അഗസ്ത്യവനത്തിലെ കുട്ടികൾക്ക് സ്നേഹത്തിന്റെ പഠന സമ്മാനം. കേരള വനം വന്യജീവി വകുപ്പ് തിരുവനന്തപുരം വൈൽഡ് ലൈഫ് ഡിവിഷന്റെയും കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെയും നേതൃത്വത്തിൽ അഗസ്ത്യവനത്തിനുള്ളിലെ 27 ഉന്നതികളിൽ നിന്നുള്ള 150ഓളം കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കാപ്പുകാട് ERRG ഹാളിൽ നടന്ന പരിപാടി വിദ്യാഭ്യാസത്തിനും വനമേഖലയിലെ കുട്ടികളുടെ ഭാവിക്കും പുതിയ പ്രതീക്ഷയായി മാറി. പത്മശ്രീ ഭരത് മമ്മൂട്ടിയുടെ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷനാണ് വനമേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് പിന്തുണ നൽകുക എന്ന ലക്ഷ്യത്തോടെ പഠനോപകരണ വിതരണം ചെയ്തത്. ചടങ്ങ് ERRG കാപ്പുകാട് അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ശ്രീമതി രോഹിണി GR ഉദ്ഘാടനം ചെയ്തു. വനത്തിനുള്ളിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം വലിയ വെല്ലുവിളികളിലൂടെ നേരിടേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഇത്തരം സഹായങ്ങൾ വലിയ പ്രചോദനമാണെന്ന് അവർ പറഞ്ഞു. കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണലിന്റെ മാനേജിംഗ് ഡയറക്ടർ ഫാദർ തോമസ് കുര്യൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പിന്തുണ ഉയരേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് റേഞ്ചിലെ ഡെപ്യൂട്ടി വാർഡൻ ശ്രീ അനീഷ് GR, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ശ്രീ ഷിജു SV നായർ, കോട്ടൂർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ജയദേവൻ, സ്പെഷ്യൽ ഡ്യൂട്ടി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ശ്രീ സിനുകുമാർ, നെയ്യാർ റേഞ്ചിന്റെ കോട്ടൂർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ അനിൽകുമാർ തുടങ്ങി മറ്റുദ്യോഗസ്ഥരും വനം വകുപ്പ് ജീവനക്കാരും 27ഓളം ഉന്നതികളിൽ നിന്നുള്ള രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും പ്രസ്തുത പരിപാടികളിൽ പങ്കെടുത്തു. മാത്രം ഇത്രയും ദൂരം സഞ്ചരിച്ച് ഈ സാധനങ്ങൾ ഇവിടെ കൊണ്ടുതരാൻ കാണിച്ച വലിയ മനസ്സിന് ഞാൻ എൻ്റെ അകമഴിഞ്ഞ നന്ദി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിലും വൈൽഡ് ലൈഫ് ഡിവിഷൻ്റെ പേരിലും ഞാൻ കെയർ ആൻഡ് ഷെയർ ഇൻ്റർനാഷണലെ അറിയിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊരു സ്ഥാപനത്തെക്കുറിച്ച് അത്രയും കാലം എനിക്കറിവുണ്ടായിരുന്നില്ല. അപ്പം ഇത് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷം തോന്നി. അപ്പോൾ ഫാദർ പറഞ്ഞ പോലെ വനം വകുപ്പിനെ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് ഇന്ദു. അപ്പോൾ ഇന്ദുവിനെ എനിക്ക് നേരത്തെ അറിയാം. ഇന്ദു പാലക്കാട് ബേസ് ചെയ്ത് വനം വകുപ്പിന് വേണ്ടി കേസുകളും മറ്റും നോക്കുന്ന അഡ്വക്കേറ്റാണ്. അപ്പോൾ ഇന്ദു ഈ തിരുവനന്തപുരം ഓർക്കാൻ എന്താണ് കാര്യം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവർ പല ജില്ലകളിലും ഈ നമ്മുടെ സ്ഥാപനം പല കാരുണ്യ പ്രവൃത്തികളും ചെയ്തിട്ടുണ്ട്. അപ്പം തിരുവനന്തപുരം ഓർമ്മ വന്നപ്പോൾ എന്നെ ഓർമ്മ വന്നു. എനിക്കതിൽ വളരെയധികം ആഹ്ലാദമുണ്ട്. മാത്രമല്ല ഈ പറഞ്ഞ പോലെ സ്കൂള് തുറക്കുമ്പോൾ നമ്മുടെ ഇപ്പം ഇവരിവിടെ വന്നപ്പോൾ ഒരു സന്തോഷം പ്രകടിപ്പിച്ചതെന്ന് വെച്ചാൽ ഇവർ പല ജില്ലകളിലും പോയിട്ടുണ്ട്. പക്ഷേ ഇത്രയും പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് ഇത്രയും മെയിൻ്റനൻസ് ഇത്രയും ഭംഗിയായി കൊണ്ടുപോകുന്ന ഒരു സ്ഥലത്ത് അവരിതുവരെ പോയിട്ടില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹാർഡ് വർക്കിൻ്റെ ഫലമാണ്. ഞാൻ അനീഷിനെ അതിന് പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. അടുത്തതായി പൊടിയ ഉന്നതിയിലെ 2ാം ക്ലാസ്